ഹലോ കുട്ടീസ്, വെൽക്കം ടു ക്രാഫ്റ്റിക്കോൺ ചാനൽ. ഇന്ന് നമുക്കൊരു ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി നമുക്ക് ഫസ്റ്റ് കുറച്ച് A4 ഷീറ്റ് പേപ്പർ വേണം കേട്ടോ. ഒരു 3 എണ്ണമെങ്കിലും വേണം. ഞാനിവിടെ ഉദ്ദേശിച്ചേക്കുന്നത് ഒരു പിസ്സ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കാനാണ്. അതിനുവേണ്ടി ഫസ്റ്റ് നമുക്ക് ദാണ്ട് ഒരു A4 ഷീറ്റ് എടുക്കുക, ഇതുപോലെ നടുക്ക് വെച്ച് മടക്കി കൊടുക്കുക. അപ്പം നമുക്ക് 2 പാർട്ടായിട്ട് കിട്ടിയില്ലേ? അതിന്റെ ഫസ്റ്റ് ദാണ്ട് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പിസ്സയാണ് വരച്ചു കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെറിയതോ വലുതോ എന്ത് വേണമെങ്കിലും വരച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് കളറൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക. പിസ്സയുടെ പിക്ചറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടും. അപ്പൊ നമുക്ക് നോക്കിയിട്ട് അതുപോലൊക്കെ ഒന്ന് ട്രേസ് ചെയ്ത് വേണമെങ്കിലും വരച്ചു കൊടുക്കാം. പിന്നെ കളറൊക്കെ അടിച്ചു കൊടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്തൊക്കെ എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ബ്ലൈൻഡ് ബാഗ് ഒക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇനി ഏത് ബ്ലൈൻഡ് ബാഗാണ് നെക്സ്റ്റ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്താൽ ഞാൻ അത് ഉണ്ടാക്കാം കേട്ടോ. പിന്നെന്ത് ചെയ്യുക, ഇതുപോലൊക്കെ ഒന്ന് കളർ അടിച്ചു കൊടുത്തിട്ട് ബ്ലൈൻഡ് ബാഗ് എന്നൊക്കെ ഞാൻ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ അകത്ത് കുറച്ച് ഐറ്റംസ് ഒക്കെ നമുക്ക് വെക്കണ്ടേ, അതൊക്കെ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കണം. ഞാൻ ഫസ്റ്റ് വിചാരിച്ചേക്കുന്നത് ഒരു മിനി പിസ്സ നോട്ട് ബുക്ക് ഉണ്ടാക്കാന്ന്. അതിനുവേണ്ടി ഞാൻ ഇതുപോലെ ഒരു A4 ഷീറ്റ് എടുത്ത് ഒരു 4 മടക്ക് മടക്കിയ ശേഷം ഇതുപോലെ പിസ്സയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിന് കളറൊക്കെ അടിച്ചൊക്കെ കൊടുത്തൊന്ന് ഡെക്കർ ചെയ്തെടുക്കുക. പിന്നെന്ത് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു സ്റ്റേപ്ലർ വെച്ചൊന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ, നമ്മുടെ ആ ഒരു മിനി നോട്ട് ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഹൈലൈറ്റ് ഒക്കെ ചെയ്ത് ബ്ലാക്ക് ഒക്കെ വെച്ചൊന്ന് ഔട്ട്ലൈൻ ഒക്കെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്രേ ഉള്ളടാ. പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള താരം സ്ക്വിഷി അല്ലേ. സ്ക്വിഷിക്ക് വേണ്ടി നെക്സ്റ്റ് ഒരു പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത ശേഷം പിന്നെ നമുക്ക് സെയിം ഇതുപോലെ ഒരു പീസ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ ചെയ്ത പോലൊക്കെ തന്നെ വരച്ചൊക്കെ കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിന്റെ അകത്ത് ഫില്ലിംഗ് ഒക്കെ ചെയ്യണ്ടേ. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ഫൈബർ സംഭവമാണ് എടുത്തേക്കുന്നത്. അതും വേണമെങ്കിൽ നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് ഇതുപോലൊക്കെ ഒട്ടിച്ചു കൊടുക്കണം സെല്ലോ ടേപ്പ് വെച്ച്. എല്ലാ ഭാഗവും ഒന്നും കവർ ചെയ്ത് കൊടുക്കണ്ട, കുറച്ച് ഭാഗം മാത്രം നമുക്കൊന്ന് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച ശേഷം അതിനകത്തോട്ട് പഞ്ഞിയൊക്കെ നിറയ്ക്കുക. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ. പിന്നെന്താ, പിന്നെ അത്രയേ ഉള്ളൂ, ഒട്ടിച്ചൊക്കെ കൊടുക്കുക. അപ്പൊ നമ്മുടെ സ്ക്വിഷി ഇവിടെ റെഡി ആയി കിട്ടും. പിന്നെ അത്രയൊക്കെ ഉള്ളു, പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനൊന്നും അറിയത്തില്ല. അത്രയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേപ്പർ ഉണ്ടെങ്കിൽ പേപ്പർ നിറച്ചു കൊടുക്കാം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പേപ്പർ കട്ട് ചെയ്ത് അതായാലും ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പൊ അത്രയേ ഉള്ളൂ. ലാസ്റ്റ് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഫുള്ളായിട്ട് സെല്ലോ ടേപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ നല്ലൊരു ഫിനിഷിങ് കിട്ടും. പിന്നെ പിന്നെ നമുക്ക് എന്താ, ഒരു കവർ ഉണ്ടാക്കണ്ടേ. ഈ കവർ ഇതുപോലെ ഉണ്ടാക്കിയ ശേഷം ഇതിൽ നമുക്ക് അകത്ത് അത് വെച്ചു കൊടുത്ത ശേഷം ഇതുപോലൊക്കെ ഒട്ടിച്ചു കൊടുത്തെന്ന് ഒട്ടിച്ചെടുക്കുക. അത്രേ ഉള്ളൂ. പിന്നെ വേറൊരു കവർ എടുത്തിട്ട് അതിൽ നമ്മുടെ ആ ഒരു മിനി ഡയറിയും കൂടെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ അത്രയൊക്കെ ഉള്ളടാ, നമ്മുടെ ബ്ലൈൻഡ് ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കണ്ടല്ലേ, ഒരു ലൈക്കും തന്നിട്ട് പോ. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഒരുപാട് പേര് കാണുന്നുണ്ട്, പക്ഷെ ആരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല. അപ്പൊ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ നമുക്ക് ഭയങ്കര ഹാപ്പി ആവും കേട്ടോ. ഓരോ നിങ്ങളുടെ കമന്റും ഇതൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ എല്ലാവരും ഒന്നും കമന്റ് ചെയ്യാറില്ല. കമന്റ് ഒക്കെ ഒന്ന് ചെയ്യണേ. പിന്നെ ഇതുപോലെ കോമൺ റെയർ എപ്പിക്ക് എന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ലാസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് സെല്ലോ ടേപ്പ് വെച്ച് ഇതിന്റെ ഫ്രണ്ടൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അതിൻ്റെ അകത്തേക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ അത്രേ ഉള്ളടാ. പിന്നെ അത്ര വലുതായിട്ട് കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണല്ലേ ബ്ലൈൻഡ് ബാഗ് ഒക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിന്റെ ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ. അതും കൂടെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പം നമുക്ക് വേറൊന്നും ഇല്ല, നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് ഇതായിട്ടുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.